നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസി. പ്രധാന വാർത്തകൾ. കേരളത്തിലെ കോൺഗ്രസിൽ ആശയക്കുഴപ്പങ്ങളില്ലെന്നും തെറ്റായ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നതെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത അധ്യാപക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. മെച്ചപ്പെടലിന്റെ മേച്ചിൽപ്പുറങ്ങൾ പുസ്തക പ്രകാശന ചടങ്ങ് നടന്നു. ആലപ്പുഴ കർമ്മസദൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം സയൻസസിന്റെ ആഭിമുഖ്യത്തിൽ കോളേജിലെ ഹെൽത്ത് ക്ലബ് NCC യൂണിറ്റ് എന്നിവരുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആലപ്പുഴ സൊസൈറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതു സഹകരണ മുന്നണി സാരഥികളുടെ സെക്ഷൻ തല പര്യടനം ആരംഭിച്ചു. ആലപ്പുഴ OLF LP സ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കാഞ്ഞിരഞ്ചിറ കടൽ തീരത്ത് കണ്ടൽ ചെടികൾ നട്ടു. വാർത്തകൾ വിശദമായി. കേരളത്തിലെ കോൺഗ്രസിൽ ആശയക്കുഴപ്പങ്ങളില്ലെന്നും തെറ്റായ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നതെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കോൺഗ്രസിൽ ആശയക്കുഴപ്പങ്ങളില്ലെന്നും തെറ്റായ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നതെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനകത്ത് ഒരു ആശയക്കുഴപ്പമില്ല. ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഏതെല്ലാം പാർട്ടിയിലുണ്ടല്ലോ അതെല്ലാ പാർട്ടിയിലും ഉണ്ടാവും. ആ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. ഇത് പർവ്വതീകരിച്ച് ഉണ്ടാവേണ്ട കാര്യമില്ല. കോൺഗ്രസിനകത്ത് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാവരും നേതാക്കന്മാരെല്ലാം ഒന്നിച്ചിരുന്ന് ഒറ്റക്കെട്ടായി എന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് ബത്തേരി ക്യാമ്പിന് ശേഷമുള്ള നടപടികൾ കാണുന്നത്. അത് രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇതിനകത്ത് ഞാൻ മാധ്യമങ്ങളെ മാത്രം കുറ്റപ്പെടുന്നതിൽ അർത്ഥമില്ല. ഇതിനകത്ത് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കുന്ന ചില സംഭവങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ചും പറഞ്ഞതാണത്. വളരെ ഗൗരവതരമായിട്ടാണ് അത് കാണുന്നത്. അത് അത്തരക്കാരെ കണ്ടുപിടിച്ച് അത്തരക്കാർക്ക് ശക്തമായ താക്കീത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിനകത്തുള്ള വാർത്തകൾ പുറത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നം പർവ്വതീകരിച്ച് കൊടുക്കുക, അത് വലിയ ഇഷ്യൂ ആക്കി മാറ്റുക, അതിനെതിരായിട്ടുള്ള ശക്തമായ തീരുമാനം പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുണ്ടാവും. കോൺഗ്രസിനകത്ത് ഒരുപാട് നേതാക്കന്മാരുണ്ട്. സുധാകരനും സതീശനും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. അവരുടെയൊക്കെ രണ്ടുപേരുടെയും നല്ല കോൺട്രിബ്യൂഷൻ പാർട്ടിയുടെ വിജയത്തിനുണ്ടായിട്ടുണ്ട്. പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരെല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ഈ 100,000 കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നോ ചില കാര്യത്തിൽ അവിടെ അസ്വാരസ്യങ്ങളും ആശയക്കുഴപ്പവും ഉണ്ടായാൽ അത് പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. സതീശനും സുധാകരനും മിക്കവാറും എല്ലാ കാര്യങ്ങളിലും യോജിച്ചിട്ട് ആ തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനമാണ് പുറത്തു വരുന്നത്. എവിടെയെങ്കിലും ഒരു ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് അവർ അത് പരിഭവം പറഞ്ഞുണ്ടാവുമായിരിക്കും. ആ പരിഭവം പരിഹരിക്കും. അത് പർവ്വതീകരിച്ച് കോൺഗ്രസ് ആകെ ആശയക്കുഴപ്പമാണെന്ന് പറയുന്നത് ഒരർത്ഥമില്ല. കോൺഗ്രസിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. പ്രവർത്തകരുടെ ഇലക്ഷനാണ് വരാൻ വേണ്ടി പോകുന്നത്. പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ. ആ ഇലക്ഷനിൽ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി പോരാടുക എന്നുള്ളതാണ്. അതിന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ചെറിയ ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ തീർത്ത് മുന്നോട്ട് പോകും എന്നുള്ളതിന് സംശയം വേണ്ട. അതൊക്കെ വെറും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമായിട്ട് ഉണ്ടാകും. അല്ല, അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പോകണം. കോൺഗ്രസ് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഇതാക്കാൻ പാടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രശ്നങ്ങളും ഇല്ല കോൺഗ്രസ്സിൽ. പക്ഷേ ചില പ്രശ്നങ്ങൾ ഇങ്ങനെ പർവ്വതീകരിച്ച് മാധ്യമങ്ങളോട് വരുമ്പോൾ പോലും ജനങ്ങൾക്ക് വേദന ഉണ്ടാവും. കോൺഗ്രസിനെ നയിക്കുന്ന പ്രവർത്തകർക്കും ജനങ്ങൾക്കും വേദന ഉണ്ടാവും. അതുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അവർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അത് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പാർട്ടി പരിശോധിക്കും എന്തായാലും. പക്ഷേ അങ്ങനെ കാണുന്ന വ്യാപകമായ വലിയ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്തില്ല. എല്ലാ തീരുമാനങ്ങളും യോജിച്ചാണ് എടുക്കുന്നത്, കൂട്ടായിട്ടാണ് എടുക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകും. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരു ശക്തിക്കും ഞങ്ങളെ തടയാൻ കഴിയില്ല. അങ്ങനെ പ്രതിപക്ഷ നേതാവ് ഏകപക്ഷീയമായ തീരുമാനം എടുക്കുന്നുള്ള വിശ്വാസം എനിക്കില്ല. പ്രതിപക്ഷ നേതാവും APC പ്രസിഡന്റും എല്ലാ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആലോചിച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവ് തീരുമാനമെടുക്കുന്നത്. APC പ്രസിഡന്റും തീരുമാനമെടുക്കുന്നത് എല്ലാവരും ആലോചിച്ചിട്ടാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇത്തരം തെറ്റായ വാർത്തകൾ ആര് പറയുന്നുണ്ടെങ്കിലും ആ വാർത്തകളൊന്നും ശരിയല്ല. അവരെല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാക്കും. സാധാരണ ബജറ്റിൻ്റെ പൊതു മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്
നടത്തിയ ബഡ്ജറ്റാണ്. അതിന് വേണ്ടിയിട്ട് രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന നീതി ആയോഗിൽ തന്നെ മുഖ്യമന്ത്രിമാരടക്കം പങ്കെടുക്കാത്ത സാഹചര്യം ഉണ്ടായതും അതിൻ്റെ പേരിലാണ്. സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള 2 പാർട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറേ പ്രഖ്യാപനങ്ങൾ നടത്തിയെന്ന് ഒഴിച്ചാൽ ഈ നാട്ടിലെ സംസ്ഥാനങ്ങളോട് ഒരു നീതിയും പുലർത്താൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ശക്തമായ പ്രതിഷേധമാണ് ബഡ്ജറ്റ് ചർച്ചകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തോട് പൂർണ്ണമായി അവഗണന കാണിച്ചു. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എയിംസ് തന്നില്ല, വികസനത്തിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ശക്തമായ പ്രതിഷേധം നമുക്കുണ്ട്. പാർട്ടിയിലുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ പോലും പർവ്വതീകരിക്കുകയാണ് ഇപ്പോൾ. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ വീഴ്ചകൾ ഉണ്ടാകും. അത് പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. ചില ചെറിയ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചിലർ ചോർത്തി നൽകുന്നു. ഇതിനെതിരെ നടപടിയുണ്ടാകും. വി.ഡി. സതീശൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്ന ആളല്ല. സുധാകരനും വി.ഡി. സതീശനും പാർട്ടിക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ ആളുകളുമാണ്. ഒരുമിച്ചാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഒരുമിച്ച് നേരിടും. പാർട്ടിയിൽ ഒരു ആശയക്കുഴപ്പവുമില്ലെന്നും കെ.സി. വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത അധ്യാപക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത അധ്യാപക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ സർവശിക്ഷ കേരള ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. വെളിവും വെള്ളിയാഴ്ചയില്ലാത്ത മന്ത്രിമാരാണ് ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും വകുപ്പ് നേരെ ചൊവ്വ ഇവിടെ കൊണ്ടുപോകുന്നുണ്ടോ? 3 വർഷക്കാലമായി കേരളത്തിലെ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ അവരവരുടെ വകുപ്പുകളെ കുറിച്ചൊന്ന് പഠിച്ച് അവരവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ഒന്ന് അപഗ്രഥിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടു എന്ന് പറയാൻ പറ്റൂ? വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, സെക്രട്ടറി ഈ കളക്ടറേറ്റിന്റെ തൊട്ടടുത്ത് 2-3 വീടപ്പുറത്ത് താമസിക്കുന്ന എനിക്കറിയാം. ഇവിടെ നടക്കുന്ന സമര കോലാഹലങ്ങൾ എല്ലാ വിഭാഗം ആളുകൾക്കും ഇവിടെ പ്രതിഷേധമാണ്. ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലുള്ള അതൃപ്തി ജനങ്ങൾ കാണിച്ചുകൊണ്ടേ. സംയുക്ത അധ്യാപക സമിതി ജില്ലാ ചെയർമാൻ കെ.എൻ. അശോക് കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ആർ. ഉണ്ണികൃഷ്ണൻ, സി. പ്രദീപ്, ഐ. ഹുസൈൻ, മുഹമ്മദ് ഫൈസൽ, അജു പി. ബെഞ്ചമിൻ, അഷറഫ് കുഞ്ഞാശാൻ, ഇ.ആർ. ഉദയകുമാർ, ശിഹാബുദ്ദീൻ, മിനി മാത്യു, ബിനോയ് വർഗീസ്, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ ഉപവാസ സമരത്തിൽ സംബന്ധിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉപവാസ സമരത്തിൽ ഉന്നയിച്ചു. മെച്ചപ്പെടലിന്റെ മേച്ചിൽപ്പുറങ്ങൾ പുസ്തക പ്രകാശന ചടങ്ങ് നടന്നു. ആലപ്പുഴ കർമ്മസദൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി. പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. മെച്ചപ്പെടലിന്റെ മേച്ചിൽപ്പുറങ്ങൾ പുസ്തക പ്രകാശന ചടങ്ങ് നടത്തി. ആലപ്പുഴ കർമ്മസദൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി. പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. JCI പുന്നപ്ര ചാപ്റ്റർ പ്രസിഡന്റ് മാത്യു തോമസ് ചടങ്ങിൽ അധ്യക്ഷനായി. പ്രഭാഷകൻ സതീഷ് ആലപ്പുഴ പുസ്തക അവതരണം നടത്തി. സിസ്റ്റർ ഡോക്ടർ ജോവാൻ ചുങ്കപ്പുര ഡോക്ടർ ബി. പത്മകുമാറിൽ നിന്നും ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ ടി.എ. ബാലാംബിക, ഡോക്ടർ ആർ. ഇന്ദുലേഖ, അലിയാർ എം. മാക്കിയിൽ, ജോസി തോമസ്, ബിജു സ്കറിയ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ജി. മനോജ് കുമാർ ചടങ്ങിന് സ്വാഗതവും ഗ്രന്ഥകർത്താവ് കൂടിയായ ഡോക്ടർ O.J. സ്കറിയ നന്ദിയും പറഞ്ഞു. വിവിധ മേഖലകളിൽ നിന്നായി 200ഓളം പേർ പുസ്തക പ്രകാശന ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം സയൻസിന്റെ ആഭിമുഖ്യത്തിൽ കോളേജിലെ ഹെൽത്ത് ക്ലബ്, NCC യൂണിറ്റ് എന്നിവരുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം സയൻസിന്റെ ആഭിമുഖ്യത്തിൽ കോളേജിലെ ഹെൽത്ത് ക്ലബ്, NCC യൂണിറ്റ് എന്നിവരുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ആലപ്പുഴ വെള്ളാപ്പള്ളി LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി വാർഡ് കൗൺസിലർ P. റഹിയാനത്ത് ഉദ്ഘാടനം ചെയ്തു. കാരണം സെന്റ് ജോസഫ് കോളേജ് ദത്തെടുത്തൊരു വാർഡാണ് വാടക്കരാൽ വാർഡ്. സെന്റ് ജോസഫ് കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ വാർഡിലെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കൊറോണ സമയം മുതൽ, അതായത് ഞാൻ കൗൺസിലറായ സമയം മുതൽ നമ്മൾ സെന്റ് ജോസഫ് കോളേജിലേക്ക് ചെല്ലുകയും ഒരു റിക്വസ്റ്റ് കൊടുക്കുകയും
അതിൽ പ്രകാരമാണ് നമ്മുടെ വാർഡിനെ ഏറ്റെടുത്തത്. അതിനോടുള്ള നന്ദിയും കടപ്പാടും എന്നും ഉണ്ടായിരിക്കും. കൊറോണ സമയത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരേ ഒരു കോളേജ് നമ്മുടെ സെന്റ് ജോസഫ് കോളേജിലെ കുട്ടികളായിരുന്നു. സെന്റ് ജോസഫ് കോളേജ് ഫോർ വിമൺ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ എ ഉഷ ചടങ്ങിൽ അധ്യക്ഷയായി. കോളേജിലെ ഹോം സയൻസ് വിഭാഗം എച്ച്ഒഡി അഞ്ജു എം നീലിയറ, ഡോക്ടർ ഡി ഭാഗ്യ, ഡോക്ടർ ബ്രിജിറ്റ് വർഗീസ്, ജിബി എബ്രഹാം, നീതു ജോസ്, ലീനസ് ദീപ ഫ്രാൻസിസ്, ജി ഹെലൻസി എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ECHS മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് നിധിൻ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിനെ തുടർന്ന് വാടക്കനാൽ വാർഡിലെ നിർധനരായ കുടുംബങ്ങൾക്ക് പോഷകാഹാര കിറ്റും വിതരണം ചെയ്തു. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആലപ്പുഴ സൊസൈറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടത് സഹകരണ മുന്നണി സാരഥികളുടെ സെക്ഷൻ തല പര്യടനം ആരംഭിച്ചു. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആലപ്പുഴ സൊസൈറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടത് സഹകരണ മുന്നണി സാരഥികളുടെ സെക്ഷൻ തല പര്യടനം ആരംഭിച്ചു. കലവൂർ ഇലക്ട്രിക്കൽ സെക്ഷനിൽ നിന്നും ആരംഭിച്ച പര്യടനത്തിന് KSEB മുഹമ്മ ഓഫീസിൽ സ്വീകരണം നൽകി. ഡിവിഷൻ ഉപാധ്യക്ഷൻ ടി ബാബു സ്വീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ നേതാക്കളായ ഭാർഗവൻ, സഞ്ജയ് നാഥ്, സനിൽ, KR ശ്രീജ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ OLF LP സ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കാഞ്ഞിരംചിറ കടൽ തീരത്ത് കണ്ടൽ ചെടികൾ നട്ടു. ആലപ്പുഴ OLF LP സ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കാഞ്ഞിരംചിറ കടൽ തീരത്ത് കണ്ടൽ ചെടികൾ നട്ടു. തീരസംരക്ഷണം, മത്സ്യസമ്പത്തിന്റെ വർധനവ്, പ്രകൃതിയിലെ ഓക്സിജന്റെ അളവ് കൂട്ടുക എന്ന ലക്ഷ്യവുമായാണ് തീരദേശത്ത് 100ഓളം കണ്ടൽ ചെടികൾ നട്ടത്. സ്കൂൾ പ്രഥമാധ്യാപകൻ BS ജാക്സൺ, PTA പ്രസിഡന്റ് രഞ്ജിത്ത്, MPTA പ്രസിഡന്റ് ലിൻസി ബിബിൻ, ജോൺസൺ ജോസ്, J ആനി, മറ്റു അധ്യാപകരായ ജോസഫ്, നെൽസൺ തോമസ് എന്നിവർ നേതൃത്വം നൽകി. ലോക കണ്ടൽ സംരക്ഷണ ദിനമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ OLF വെള്ളാപ്പള്ളി സ്കൂളിൻ്റെ നല്ലപാടം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ കാഞ്ഞിരഞ്ചിറ കടപ്പുറത്ത് കണ്ടൽ ചെടികൾ നട്ട് വിപ്ലവം സൃഷ്ടിക്കുകയാണ്. കടൽ തീരത്ത് കണ്ടൽ മരം നടുന്നതിലൂടെ തിരമാലകളുടെ ആക്രമണത്തിൽ നിന്ന്, കടലാക്രമണത്തിൽ നിന്ന് നമ്മുടെ പ്രദേശത്തെ രക്ഷിക്കാനാവും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ കോൺഗ്രസിൽ ആശയക്കുഴപ്പങ്ങളില്ലെന്നും തെറ്റായ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നതെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത അധ്യാപക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. മെച്ചപ്പെടലിന്റെ മേച്ചിൽപ്പുറങ്ങൾ പുസ്തക പ്രകാശന ചടങ്ങ് നടന്നു. ആലപ്പുഴ കർമ്മസദൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം സയൻസസിന്റെ ആഭിമുഖ്യത്തിൽ കോളേജിലെ ഹെൽത്ത് ക്ലബ്, NCC യൂണിറ്റ് എന്നിവരുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആലപ്പുഴ സൊസൈറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതു സഹകരണ മുന്നണി സാരഥികളുടെ സെക്ഷൻ തല പര്യടനം ആരംഭിച്ചു. ആലപ്പുഴ OLF LP സ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കാഞ്ഞിരംചിറ കടൽ തീരത്ത് കണ്ടൽ ചെടികൾ നട്ടു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.